ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില വീണ്ടും ആശങ്കയിൽ. ഇന്നലെ അദ്ദേഹത്തിന് 2 തവണ കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ടു. ഓക്സിജൻ മാസ്കും വെന്റിലേറ്ററും പ്രയോജനപ്പെടുത്തിയാണ് ശ്വാസതടസ്സം നിയന്ത്രണ വിധേയമാക്കിയത്. 18 ദിവസമായി മാർപ്പാപ്പ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില വീണ്ടും ആശങ്കയിലായിരിക്കുകയാണ്. ഇന്നലെ അദ്ദേഹത്തിന് 2 തവണ കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും ലിങ്കിൽ 2 തവണ അതിശക്തമായ രീതിയിൽ ശ്വാസതടസ്സം അനുഭവപ്പെട്ടു എന്നാണ് മെഡിക്കൽ റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരുന്നത്. നമുക്കറിയാവുന്നതാണ്, ഫെബ്രുവരി 14 അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കടുത്ത ശ്വാസതടസ്സവും അതുപോലെ തന്നെ ന്യൂമോണിയ ബാധയുമായി തുടർന്നുമാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇടയ്ക്കിടെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില പ്രതീക്ഷാവഹമായി ഉയരുന്നുണ്ടെങ്കിൽ കൂടി പെട്ടെന്ന് തന്നെ അത് ഇത്തരത്തിലുള്ള സങ്കീർണാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ ഗുരുതരമായ ചില വീഴ്ചകൾ ഉണ്ടാകുന്ന ഒരു റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അദ്ദേഹത്തിന്റെ ശ്വാസതടസ്സം ഉണ്ടാവുകയും വെന്റിലേറ്ററും അതുപോലെ തന്നെ ഓക്സിജൻ സഹായവും എല്ലാം ഉപയോഗിച്ച് ജീവൻ നിലനിർത്തേണ്ട അല്ലെങ്കിൽ ശ്വസനം നിലനിർത്തേണ്ട സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് അറിയിച്ചത്. ഇക്കഴിഞ്ഞ ദിവസം നടന്ന ഒരു ലങ്സിൽ നടന്ന ഒരു പ്രൊസീജിയറിന്റെ ഭാഗമായി വൻതോതിൽ ലങ്സിനകത്ത് കെട്ടിക്കിടന്ന കഫമെല്ലാം പുറത്തേക്ക് എടുക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അതീവ ഗൗരവമേറിയ ചികിത്സാ രീതികൾ അദ്ദേഹത്തിന് നടത്തേണ്ടി വരുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം നേരിയ പുരോഗതി പ്രകടിപ്പിച്ചുവെങ്കിലും വീണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ രക്തപരിശോധനാ റിപ്പോർട്ടിലോ അനുബന്ധമായ റിപ്പോർട്ടിലോ കാര്യമായ പ്രശ്നങ്ങളില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. നിഖിൽ.